ഡോക്ടർ മോഹൻ വർഗീസ്, നാളെയാണ് തീരുമാനം. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി തീരുമാനം പ്രഖ്യാപിച്ചാൽ മാത്രം മതി. എന്തുകൊണ്ടായിരിക്കും ഇന്ന് തീരുമാനം പ്രഖ്യാപിക്കാതെ നാളത്തേക്ക് വെച്ചതെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അങ്ങനെ തീരുമാനം നാളെ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? നാളെ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാം. കാരണം അവസാന നിമിഷം, അതായത് ഇന്നും ഇന്നലെയുമായി നടന്ന ചർച്ചകളിൽ ഒരു പേരല്ല അവിടെ ചോദിച്ചത്, മറിച്ച് ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായാൽ എങ്ങനെയാവും നിങ്ങളുടെ പ്രതികരണം, എങ്ങനെയാണ് അതൊന്ന് സിന്തസൈസ് ചെയ്തെടുക്കുക, അല്ല എങ്കിൽ ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്, അതേക്കുറിച്ച് തീർച്ചമുറിച്ച് വരുത്തുന്ന ഒരു തിരക്കിലായിരുന്നു ഹൈക്കമാൻഡ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി തീരുമാനമെടുക്കാനൊന്നുമില്ല. തീരുമാനം അറിയാവുന്നത് ശ്രീ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെക്കും ഒരുപക്ഷെ ഇത് പ്രഖ്യാപിക്കേണ്ട ഒരു പ്രചരണ സമിതി അല്ലെങ്കിൽ ഒരു മാധ്യമമായിട്ട് സംസാരിക്കുന്ന ആളായ ഒരുപക്ഷെ ജയറാം രമേശിനും ഈ മൂന്ന് പേർക്കല്ലാതെ മറ്റാർക്കും അറിയണം എന്നില്ല. രഹസ്യമായി ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ സ്ഥാനമോഹിയെ ഈ തീരുമാനം അറിയിച്ചിരിക്കാൻ ഒരു സാധ്യതയും ഇപ്പോഴത്തെ നിലയിൽ വായിച്ചെടുക്കാനും ആവുന്നില്ല. നാളെ എന്തുകൊണ്ട് തീരുമാനം 11 മണിക്ക്, നാളെ രാവിലെ 11 മണിക്ക് ഒരുപക്ഷെ തിരുവനന്തപുരത്തായിരിക്കും CLP 63 അംഗ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി അംഗങ്ങളോട് തിരുവനന്തപുരത്ത് എത്താൻ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ സാന്നിധ്യത്തിലാവുമോ അതോ മറ്റെന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിലാവുമോ, ഇതേക്കുറിച്ചും കൃത്യമായ സൂചനകളില്ല. 11 മണി എന്നതിനെക്കുറിച്ച് ഔപചാരികമായ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നതിന് ഞാൻ കാണുന്ന ഏക ഉത്തരം ഒരു തരം ലെജിറ്റിമൈസേഷനാണ്. ഏത് തീരുമാനം, ആർക്കനുകൂലമായ തീരുമാനം വന്നാലും അത് ലെജിറ്റിമസി അത് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് സമയമെടുക്കും. ഇത് വികാരങ്ങളൊന്ന് സിങ്ക് ഇൻ ചെയ്യാനുള്ള ഒരു സമയം ഒരുപക്ഷെ KC വേണുഗോപാലിന് അല്ല കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തെയും ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. കാരണം കോൺഗ്രസ് സംഘടനയ്ക്ക് വളരെ വിലയേറിയ വ്യക്തിത്വം തന്നെയാണ് ശ്രീ KC വേണുഗോപാൽ. അദ്ദേഹം ഹൈക്കമാൻഡിന്റെ ഭാഗം തന്നെയാണ്, കൂടെ നടക്കുന്നയാളാണ്. രാഹുൽ ഗാന്ധി സ്ഥിരമായി വേണു 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 എന്ന് വിളിച്ച് നടക്കുന്നയാളുമാണ്. അദ്ദേഹത്തെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിയുടെയും വികാരം ഉണർപ്പെടേണ്ട ആവശ്യമില്ല, അതിന് സമയമെടുക്കുന്ന കാര്യമാണ്. രമേശ് ചെന്നിത്തല സീനിയർ നേതാവായതുകൊണ്ട് രമേശ് ചെന്നിത്തല സ്വാഭാവികമായി ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നവർ ഏറെയാണ്. തർക്കം മൂത്തിരിക്കുന്നത് VD സതീശനും വേണുഗോപാലുമായിട്ടാണ്. അങ്ങനെയെങ്കിൽ കൺസെൻസസ്, അവിടെയും ആ കൺസെൻസസ് അവിടെയല്ല പ്രഖ്യാപനം വരുന്നതെങ്കിൽ അവിടെയും ചെന്നിത്തലയുടെ സീനിയോറിറ്റിയെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെയും തീരുമാനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെയും കൂടി എടുക്കേണ്ടതുണ്ട്. VD സതീശന് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ക്യാമ്പിൽ കാണുന്ന ഒരു ആവേശം സത്യമാണ് എങ്കിൽ ആൾക്കൂട്ടം ഒരുപക്ഷെ തീരുമാനമായി മാറില്ലായിരിക്കാം. ശ്രീ അനൂപ് പറഞ്ഞത് ആ ഒരു രീതിയിലാണ്. പക്ഷേ ആത്യന്തികമായി വലിയ ഒരു ആവേശം അണമുട്ടുന്ന രീതിയിൽ കേരളത്തിൽ വലിയ ആഘോഷങ്ങൾ ഉണ്ടാവാം. ഒരുപക്ഷെ ശ്രീ VD സതീശനാണ് ആത്യന്തികമായി നറുക്ക് വീഴുന്നത് എങ്കിൽ, അങ്ങനെയെങ്കിൽ തീർച്ചയായും പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മഹാഭൂരിപക്ഷം സാധാരണക്കാരും കോൺഗ്രസ്സുകാർ അല്ലാത്തവർ, കോൺഗ്രസിന് താഴെത്തട്ടിലുള്ള ആളുകൾ, മിഡിൽ റേഞ്ച് നേതാക്കൾ, ഉന്നത നേതാക്കളും MLA മാരെയും ഒഴിച്ചു നിർത്തിയാൽ സ്വീകരിക്കപ്പെടാവുന്നതേ ഉള്ളത്. മാത്രമല്ല MLA മാർ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ഒരു പേര് MLA മാർ സ്വാഭാവികമായിട്ട് അനുസരിക്കും. ഒരിക്കലും MLA മാരുടെ ഭാഗത്ത് നിന്ന് പൊട്ടിത്തെറി ഉണ്ടാവില്ല. ഇത് നോക്കൂ അഭിലാഷ്, പൊട്ടിത്തെറി ഉണ്ടാകുന്നെങ്കിൽ വേണുഗോപാൽ ആണ് തെരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ തെരുവിൽ വൻപൻ പ്രതിഷേധം മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ഹൈക്കമാൻഡ് റിയലിസ്റ്റിക് ആയിട്ട് അത് കാണേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അതെങ്ങനെയാണ് നേതാക്കൾ, ഉന്നതരായ നേതാക്കൾ, മുൻ KPC പ്രസിഡന്റുമാർ, സീനിയർ നേതാക്കൾ എല്ലാവരും ഇടപെട്ട് അവരുടെ അണികളെ ശാന്തരാക്കേണ്ട ഒരു നാളെ നമുക്ക് എന്താണ് തീരുമാനം എന്നറിയാം. അതിനുവേണ്ടി കാത്തിരിക്കാം.